ഇനി സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഒരു ദൃശ്യത്തിലേക്കാണ് കേട്ടോ. സ്വന്തം വീട് സംരക്ഷിക്കാൻ നമ്മൾ ഏതറ്റം വരെയും പോകും, ഇങ്ങനെ വേണോ നമ്മൾ പോരാടും അല്ലേ? അതുപോലെ പോരാടിയ ഒരാളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഖനനത്തിനായി കാട്ടിലേക്ക് കടന്നു വന്ന JCBയെ ഒരു കാട്ടാന ഒറ്റയ്ക്ക് പ്രതിരോധിക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. സ്വന്തം ടെറിട്ടറി നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ആനയുടെ പോരാട്ടവും അതിനെതിരെ നിലയുറപ്പിച്ച മനുഷ്യരെയും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ആ ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം. അഞ്ജലി ജോൺ ചേരുന്നുണ്ട് നമുക്കൊപ്പം കൂടുതൽ വിശേഷം പറയാൻ. അഞ്ജലി, ഈ ഒരു ദൃശ്യം കാണുമ്പോൾ നോക്കൂ, ഈ കാടാണ് ആനയുടെ വീട്, അതിൻ്റെ ടെറിട്ടറി എന്ന് പറയുന്ന ആ ഒരു കാട്ടിലേക്ക് JCB കൊണ്ടുവരുമ്പോൾ അത് സർവ്വശക്തിയും എടുത്ത് അത് പ്രതിരോധിക്കുന്ന ഒരു കാഴ്ചയാണല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വീട് സംരക്ഷിക്കാൻ നമ്മൾ ഏതറ്റം വരെയും പോകും, അതുപോലെ തന്നെ ആ ആനയും പ്രതിരോധിക്കുന്ന ഒരു കാഴ്ചയല്ലേ അഞ്ജലി? എനിക്ക് ഈ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ ആദ്യം ഓർമ്മ വന്നത് ഒരു പഞ്ച് ഡയലോഗാണ്. തുടരുമെന്ന സിനിമയിലെ മോഹൻലാൽ പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഒറ്റയാൻ കാട് കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞേരെ എന്ന് പറയുന്ന ഒരു സാധനം. അത് തന്നെയല്ല യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത്. ഈ പറയുന്ന പോലെ തന്നെ എന്തൊക്കെ വിഷയങ്ങൾ വന്നാലും എത്ര ഭീരുവാണെങ്കിലും സ്വന്തം വീടും ടെറിട്ടറിയും സംരക്ഷിക്കാൻ വേണ്ടി ഏതാളും മുന്നോട്ട് ധൈര്യം സംഭരിച്ചു വരുമെന്ന് നമ്മൾ കേൾക്കാറില്ല, അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനത്തെ ഉള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാറുണ്ട്. ഇതുപോലെ ഈ പറയുന്ന പോലെ ഈ ദൃശ്യങ്ങൾ Xലാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ താഴെ വന്നൊരു അല്ലെങ്കിൽ അത് ക്യാപ്ഷനോട് കൂടിയിട്ടാണ് അവർ ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്യജീവികളും വികസനവും തമ്മിലുള്ള സംഘർഷം എടുത്ത് കാണിക്കുന്ന ഒരു ദൃശ്യം തന്നെയാണ് നമ്മൾ മുന്നിൽ കണ്ടത്. എന്തായാലും ഈ പറയുന്ന പോലെ ഡെവലപ്മെൻറ്റ് വികസനത്തിൻ്റെ ഭാഗമായിട്ട് കാടൊക്കെ വൃത്തിയാക്കി അവിടെ പല കാര്യങ്ങളും ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരാനാണ് സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ആയിട്ട് അവിടേക്ക് JCBയുമായി എത്തുന്നത്. പക്ഷേ ഇത് കണ്ടതോടെ സ്വന്തം ടെറിട്ടറി കണ്ണിന് മുന്നിൽ നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കിയതായി ഒറ്റയാൻ, അവൻ ഒറ്റയ്ക്ക് തന്നെയാണ്, ഞാൻ എടുത്തു പറയാം, ഒറ്റയാൻ മുന്നിൽ വന്നിരിക്കുന്ന JCB ഒറ്റയ്ക്ക് പ്രതിരോധിക്കുന്ന ദൃശ്യങ്ങളാണ്. ഈ ദൃശ്യങ്ങൾ പുറത്ത് വന്നതോടെ എന്തായാലും ആളുകളൊക്കെ ഭയങ്കര വൈകാരികമായിട്ടാണ് ഇതിനോട് പ്രതികരിച്ചത് കേട്ടോ. നമ്മൾ ഈ പറയുന്ന പോലെ കാടിറങ്ങുന്ന ഭീതി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവരുടെ ആവാസ വ്യവസ്ഥ ചെന്ന് നശിപ്പിക്കുന്നത് കൊണ്ടല്ലേ പലപ്പോഴും അവരിങ്ങ് നമ്മുടെ അടുത്തേക്ക് ഇറങ്ങുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും ആനയൊന്ന് ചിഹ്നം വിളിച്ചപ്പോൾ ചുറ്റും നിന്ന ആളുകൾ വലിയ സന്നാഹമാണ്. പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, ആനയ്ക്ക് അറിയില്ലല്ലോ പോലീസ് ഉദ്യോഗസ്ഥരാണ്, ഭയക്കണം എന്നുള്ള കാര്യമൊക്കെ ഇതില്ല. പക്ഷെ തൻ്റെ ടെറിട്ടറി നശിപ്പിക്കാൻ വന്ന ആളുകൾക്ക് മുമ്പിൽ ഒറ്റ ചിഹ്നം മാത്രമാണ് ആന വിളിച്ചോളൂ. അത് കേട്ടോടുകൂടി അവിടെ നിൽക്കുന്ന ആളുകളും എല്ലാവരും ചിതറി ഓടുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഇത് കാണുമ്പോൾ നമ്മൾക്കും ഉള്ളിൽ തന്നെ ഒരു ചെറിയൊരു വൈകാരികമായിട്ടുള്ളൊരു സാധനമൊക്കെ തോന്നൂലേ. എന്തൊക്കെ വന്നാലും ഏതൊക്കെ കാര്യങ്ങൾ സംഭവിച്ചാലും തൻ്റെ നാടിനെ അല്ലെങ്കിൽ തൻ്റെ ഒരു വീടാണ്, ആ ഒരു ആവാസ വ്യവസ്ഥയെ പ്രതിരോധിക്കാൻ ഏതറ്റം വരെയും താൻ മുന്നോട്ട് നിൽക്കും. അത് പേടിക്കേണ്ട, ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം JCBയുടെ തുമ്പക്കൈയുമായിട്ടാണ് മല്ലടിക്കുന്നത് തന്നെ. എന്തായാലും ഈ ദൃശ്യങ്ങൾക്കൊടുവിൽ എന്തായാലും ഈ വന്ന ആളുകളും ഓഫീസേഴ്സ് എല്ലാവരും പിന്തിരിഞ്ഞു പോകുന്ന ഒരു കാഴ്ച കൂടി നമുക്കിതാ കാണാൻ കഴിയുന്നുണ്ട്. ശരി അഞ്ജലി, എന്തായാലും ഇങ്ങോട്ട് ഉപദ്രവിക്കാൻ വന്ന ഒരു ആന അല്ല, അതിൻ്റെ ടെറിട്ടറി കൈയടക്കാൻ പോയപ്പോൾ അത് പ്രതിരോധിച്ച ഒരു കാഴ്ച. അത് അങ്ങോട്ടേക്ക് ഉപദ്രവിച്ചതായിട്ടൊന്നും നമുക്ക് വ്യക്തമല്ല, അങ്ങനെ ആരെയും ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. പക്ഷേ എല്ലാവരെയും ഒന്ന് പേടിപ്പിച്ച ആ ആന ഓടിച്ചു, അത് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അപ്പോൾ അഞ്ജലിയാണ് അവിടെ എന്താണ് സംഭവിച്ചത് എന്ന കാര്യമൊക്കെ പറഞ്ഞത്.